അയാളുടെ ആ MLA-യുടെ പേരും ചിത്രവും സഹിതം വാർത്ത നൽകുന്നതെന്ന് പറയുന്നുണ്ട്. അത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതായത് ഒരു പെൺകുട്ടീനെ താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്ത് അതിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് പ്രശ്നം. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് തുറന്നു പറയാൻ കാണിച്ച താങ്കളുടെ ആ നിലപാടിനെ അഭിനന്ദിക്കുന്നു. സ്ത്രീകൾ എവിടെയെങ്കിലും നേരിടുന്ന ഈ പ്രശ്നങ്ങൾ തുറന്നു പറയുക എന്നത് അതൊരു വലിയ സന്ദേശമാണ്. ഒരു വലിയ ധൈര്യം ഉള്ള വ്യക്തിക്ക് മാത്രം സാധ്യമാകുന്നതാണ്. ആ ധൈര്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ താങ്കൾക്ക് എന്തൊക്കെ മോശം അനുഭവങ്ങളാണ് അയാളിൽ നിന്ന് നേരിടേണ്ടി വന്നത്? എനിക്ക് ആദ്യമായിട്ട് ഉണ്ടായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക എന്നുള്ളതാണ്. മോശമായ സന്ദേശങ്ങൾ അയച്ചു. അതിനുശേഷം ഇങ്ങനെ ഹോട്ടലിലേക്ക് വരൂ കാണാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇതൊക്കെയാണ് മോശം സന്ദേശങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ നേരിട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ആരോട് എന്ത് സംസാരിക്കണം വേണ്ട എന്നൊക്കെ നല്ല ബോധ്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ മോശം സംസാരം ഉണ്ടാകുമ്പോൾ അതിനെ തീർച്ചയായും താങ്കൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാകും, വാൺ ചെയ്തിട്ടുണ്ടാകും, ഇല്ലേ? നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാ. തീർച്ചയായിട്ടും ഞാൻ നിരുത്സാഹപ്പെടുത്തി. ഞാൻ ചില സംഭാഷണങ്ങളിൽ ഞാൻ വല്ലാതെ ഫയർ ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഫയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് സൗഹൃദം, നല്ല മാന്യമായ ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞാൻ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾ ഇങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ചില ഉപദേശങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ഇത് ഞാനൊരു വ്യക്തിപരമായിട്ട് ഞാനും ആ വ്യക്തിയും തമ്മിലുണ്ടായ ഒരു വ്യക്തിപര പ്രശ്നം എന്ന് ഞാൻ കാണുന്നില്ല. എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത്? ആ വ്യക്തി ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന ഒരു വ്യക്തി. അപ്പൊ ആ വ്യക്തി സ്ത്രീകളോട് എടുക്കേണ്ട സമീപനം എന്താണ്, അത് ശരിയാണോ എന്നുള്ള ഒരു പൊതു രീതിയിലാണ് ഞാൻ അതിനെ ചിന്തിക്കുന്നത്. ഇത്രയുമൊക്കെ എന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ രീതിയിൽ പിന്നെയും അപ്രോച്ചസ് ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം. റിനി ഒരിക്കലും ആ ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ചില്ല, മീൻസ് ബ്ലോക്ക് ചെയ്യുകയോ അങ്ങനെ അവസാനിപ്പിക്കാനോ ശ്രമിച്ചിരുന്നില്ല. ഇല്ല, ഞാൻ സുഹൃത്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് കണ്ടത്. പിന്നെ ചില സമയങ്ങളിൽ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് പ്രയാസം കൊണ്ട്. പക്ഷെ ആ സമയത്ത് പിന്നെ വിളിക്കുകയും സംസാരിക്കുകയും അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ സുഹൃത്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ആ സമയത്തും പുള്ളി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രമാദമായ സ്ത്രീപീഡന കേസുകളിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു, അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ധൈര്യം എനിക്ക് കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞു. അപ്പോ പീഡനത്തെ പോലും അത്രയും നോർമലൈസ് ചെയ്ത് കാണുന്ന മനോഭാവമാണ് അല്ലേ? ഇതങ്ങനെയല്ല. നോർമലൈസ് എന്ന് മാത്രമല്ല, ഒരു അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെ അങ്ങേ അറ്റാണ്. അതായത് അതിന് ഐ ഡോണ്ട് കെയർ എന്നൊരു സാധനമാണ്. ഞാനിത് പറയും, ഞാനിത് കംപ്ലൈന്റ് ചെയ്യും, ഞാനത് ടേക്കപ്പ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും പറഞ്ഞത് അതൊന്നും ഒരു വിഷയമല്ല, അതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എനിക്കൊരു പ്രശ്നമില്ല. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? പല ഉന്നതന്മാരെന്ന് പറയുന്ന ആളുകൾക്ക് ഹൂ കെയേഴ്സ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഭയങ്കരമാണ്. അവർക്ക് സ്ത്രീകളൊന്നും ഒരു വിഷയമല്ല. സ്ത്രീകളെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ വേദനിക്കുന്നു ഒന്നും ഒരു വിഷയമേ അല്ല. അവസാനം എന്ന് പറയുന്നത് എന്നെ അയാളുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ എത്തിക്കാനുള്ള ചില തന്ത്രപരമായ നീക്കങ്ങൾ നടന്നിരുന്നു. അത് ഞാനതിൽ നിന്ന് വഴുതി അങ്ങ് പോയി. ചില വാർത്തകളൊക്കെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ എന്നെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നു. അന്ന് എനിക്കത് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഇതൊരു തന്ത്രപരമായ രീതിയിലേക്ക് തൻ്റെ പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് ഒരു പെൺകുട്ടീനെ താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്ത് അതിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് പ്രശ്നം. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു നമ്മൾ നോ പറഞ്ഞു അത് കഴിഞ്ഞു, അങ്ങനെയല്ലാതെ അതിൽ ടാർഗറ്റ് ചെയ്ത് അവിടെ എത്തിച്ച് ആ ഇരയെ ഞാൻ സ്വന്തമാക്കുന്നു എന്നൊരു ആറ്റിറ്റ്യൂഡ് കൂടിയുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രണയാഭ്യർത്ഥന അങ്ങനെ എന്തെങ്കിലും ആണോ, അതോ ഒട്ടും മാന്യമല്ലാത്ത നിലയിലുള്ള ഇടപെടലാണോ ഉണ്ടായിട്ടുള്ളത്? പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. തുടക്കകാലത്ത് ചെറിയ പ്രണയാഭ്യർത്ഥന പോലെ, പ്രണയാഭ്യർത്ഥനയല്ല, ഒരു പ്രണയ ലാഞ്ചന, അങ്ങനെ കൃത്യമായിട്ടൊരു പ്രണയിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അത് ഞാൻ അങ്ങനെ പറയുന്നില്ല. നമുക്കൊരു ഫീല് തരുന്നു. അതായത് ചിലപ്പോൾ എന്നെ പ്രണയിച്ചേക്കും,
കാരണം വലിയ ഉന്നത തലത്തിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാകുമ്പോൾ നമ്മൾ പ്രണയിച്ചെങ്കിൽ, നമ്മൾ വിവാഹം കഴിച്ചെങ്കിൽ എന്നൊക്കെ പെൺകുട്ടികൾ പെട്ടെന്ന് ചിന്തിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സൈക്കോളജി മനസ്സിലാക്കിയിട്ട് എന്നാൽ കൃത്യമായിട്ട് നമുക്ക് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളൂ അങ്ങനെയൊന്നും പറയാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊരു തെളിവായല്ലോ, അതൊരു ഇതായല്ലോ. ആ രീതിയിലല്ല, പക്ഷെ ഒരു ചെറിയ ഹിൻസ് കൊടുക്കുക, നമുക്കതൊരു അങ്ങനെ ഒരു ഫീല്. പല പെൺകുട്ടികളും അതിലേക്ക് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എനിക്കത് ആദ്യമേ തന്നെ മനസ്സിലായി, ഇത് എന്തൊക്കെയോ പ്രശ്നമാണ്, ഈ പുള്ളി നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായതുകൊണ്ട് എനിക്ക് പ്രശ്നം വന്നില്ല. എനിക്ക് കൺട്രോൾ തരണേ ഭഗവതി. 3.5 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഈ സമയത്ത് ഒരു തുറന്നു പറച്ചിൽ വേണ്ടി വന്ന സാഹചര്യം എന്താണ്? അത് പിന്നെ ഞാൻ ഈ വ്യക്തിയെ ഇത്രയ്ക്ക് മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ കുറച്ചൊക്കെ ഒരു ചെറുപ്പക്കാരനല്ലേ, ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതായിരിക്കാം എന്ന് കുറച്ച് ഞാനത് ലളിതമായിട്ടാണ് കണ്ടത്. എന്തൊരു ബുദ്ധിയാണ് നിനക്ക്. എന്തായാലും ഈ വ്യക്തി സ്ത്രീകൾക്ക് ഇങ്ങനെ അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്ന വ്യക്തിയാണെന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ട് പറയുന്നത്. അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ? ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ച ഒരു ചോദ്യം, ആരാണ് അയാൾ, അയാളുടെ പേരെന്താണ് എന്നതാണ്. പലതരത്തിൽ പല രീതിയിൽ മാധ്യമങ്ങൾ തുറന്നു ചോദിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് ആ പേര് പറയാത്തത്? ഞാനും അതിപ്പോ ആലോചിക്കായിരുന്നു. പേര് പറയാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആ വ്യക്തിയിൽ ഒരു നവീകരണം, ഒരു ചേഞ്ച് ഉണ്ടാവണം എന്നുള്ളൊരു ചിന്ത. അതുകൂടാതെ ആ പ്രസ്ഥാനമായിട്ടും ഞാൻ വളരെ അടുത്ത് നിൽക്കുകയും പല നേതാക്കന്മാരുമായും വളരെ സൗഹൃദവും സ്നേഹവും ഉള്ളതുകൊണ്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ പോകുന്നില്ല എന്നുള്ളതാണ് എന്റെ തീരുമാനം. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്ത് ഘട്ടം? 2024 നവംബർ 20 ശേഷം MLA ആയ വ്യക്തിയാണോ താങ്കൾ ആരോപണം ഉന്നയിക്കുന്ന ആൾ? ഈ റെനിയിൽ നിന്ന് സംസാരിച്ചതിൽ നിന്ന് അത്രമാത്രം ബോധ്യമുള്ളത് കൊണ്ടാണ് അയാളുടെ ആ MLA പേരും ചിത്രവും സഹിതം വാർത്ത നൽകുന്നതെന്ന് പറയുന്നുണ്ട്. അത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോട്ടോ നൽകിക്കൊണ്ടാണ് ആ യൂട്യൂബ് ചാനൽ വാർത്ത കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താങ്കൾ നൽകിയ വാർത്ത അല്ലെങ്കിൽ താങ്കൾ അത് തിരുത്തണ്ടേ? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അല്ല, ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തും ഒരാളുടെ അടുത്തും ഇന്ന പേരാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതെനിക്കറിയില്ല, അതിനെക്കുറിച്ച് അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. ആ വാർത്ത നിഷേധിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആരാണ് എന്താണെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞുവല്ലോ, കണ്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചിത്രം സഹിതമാണ് ആ വാർത്ത ഷെയർ ചെയ്തിരിക്കുന്നത്. ആ വാർത്ത നിഷേധിക്കുന്നുണ്ടോ റിനി? താങ്കളുടെ പേര് ഉപയോഗിച്ചിട്ടുണ്ട്, താങ്കളുടെ തുറന്നു പറച്ചിൽ എന്ന് പറയുന്നു. ഒന്നും കമന്റ് ചെയ്യാൻ താല്പര്യമില്ല അതിനെക്കുറിച്ച്. ഞാൻ ആരാണ് എന്താണെന്ന് പറയുന്നില്ല. ഞാൻ ഒരു സ്ഥലത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എനിക്ക് ആ വാർത്ത എന്താണെന്ന് വിശദമായിട്ട് കാണേണ്ടി വരും. അതെന്നാലല്ലേ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ വാർത്ത പിൻവലിക്കാൻ ആവശ്യപ്പെടുമോ? ഞാനോ? അല്ല, നോക്കട്ടെ, ഞാനത് വാർത്ത കണ്ടിട്ട് അതിനുശേഷം തീരുമാനിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഉചിതമായ സമയം വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഇനി ഇപ്പോൾ ഞാൻ അത് ഉദ്ദേശിക്കുന്നില്ല. പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക.